the schedule for tomorrow. നാളത്തെ നിങ്ങളുടെ ഷെഡ്യൂൾ എന്താണ്? ഞാനിപ്പോ ഒരു ഫോണില് ഞാൻ ഡയറി എന്ന് പറയുന്ന ഒരു ബുക്കിനെക്കാട്ടില്ല എനിക്ക് ഡയറി ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഞാനൊരു ഏകദേശം 4 എഴുതിയിട്ടുള്ളൂ. അപ്പൊ നാളെ 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ 4 എഴുതി വെച്ചിട്ടുണ്ട്. 4 ദിവസത്തെ ഡയറി എഴുതിയിട്ടുണ്ട് അങ്ങനെ പറയും. സോ അപ്പൊ നാളെ എനിക്ക് ഡയറി എഴുതാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സ്കൂളിലത്തെയാണ് കൂടുതലായിട്ട് എഴുതുക. പിന്നെ എന്തെങ്കിലും എൻ്റെ മോശമായ അനുഭവങ്ങളൊക്കെ ഞാൻ ഡയറി തീർക്കും, കുത്തി തീർക്കും. പിന്നെ ഞാൻ എന്തോ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ജേർണൽ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് ദുബായായിരുന്നു. അപ്പൊ പിന്നെ അതായത് നമ്മളെല്ലാരും അങ്ങനെയാണ്. നമ്മളിപ്പോ എല്ലാ ദിവസവും ബുക്ക് എടുത്തിട്ട് മുമ്പത്തെ കാലമല്ലല്ലോ, ഇപ്പൊ ന്യൂ ജനറേഷൻ 2020 ആരും ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോയിട്ട് നമ്മൾ ബുക്ക് എടുത്തിട്ടാ ഇന്നത്തെ ദിവസം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതിനൊന്നും ആർക്കും ടൈമില്ല. ഇപ്പൊ ഫോണിൽ കളിയാതെ റീൽസ് കാണാതൊക്കെ. അപ്പൊ അതേ ഒരു ടൈമില് റീൽസ് കാണുന്ന ടൈമിൽ 5 minutes ഈ ആപ്പിൽ കളർ മാറ്റി ഇമോജീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡയറി ചെയ്താൽ അതാണ് നല്ലത്. ഇംപ്രസീവ് ആയിരിക്കും, കളർഫുൾ ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. പിന്നെ ആ ഫോൺ കേട് വരണവരെ അത് ഉണ്ടാവും. ബുക്ക് കേറി പോവാ കാണാതെ പോവാ അങ്ങനെയൊന്നും ആവില്ലല്ലോ. എന്റെ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ സ്കൂളിൽ പോകണം, ഫ്രണ്ട്സിനെ കാണണം, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം. അതൊക്കെയാണ് എന്റെ നാളത്തെ പ്ലാൻ. പിന്നെ പഠിക്കണം. നാളെ കുറച്ച് കുറെ പഠിക്കണം, അതാണ് എന്റെ പ്ലാൻ. കുറെ പഠിക്കാനുണ്ട്, കാരണം എക്സാം അടുത്ത് വെച്ചു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് കുറെ പഠിക്കണം. പിന്നെ നമ്മൾ നോർമലായിട്ട് രാവിലെ ചെയ്യണം അതേ സ്കെഡ്യൂൾ എല്ലാ ദിവസവും ചെയ്യണ പോലെ ബ്രഷ് ചെയ്യും, എല്ലാം ബാത്ത് ചെയ്യും, ഡ്രസ് ചേഞ്ച് ചെയ്യും, സ്കൂളിൽ പോകും. പിന്നെ വന്നിട്ട് കിട്ടുന്നത് ആകെ ഒരു 4 മണിക്കൂറാണ്. പിന്നെ 1 മണിക്കൂർ ടിവിയും പിന്നെ ഫുഡും, ബാക്കി 1 മണിക്കൂർ സ്റ്റാർട്ടിങ് ഫോർ സ്ലീപ്പ് ഉറങ്ങാൻ കിടക്കാം. ബാക്കി 2 മണിക്കൂർ പഠിക്കും. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ മ്യൂസിക്സും വെച്ച് ഇങ്ങനെ പഠിക്കും. പക്ഷെ നിങ്ങൾ ചോദിക്കും മ്യൂസിക്സ് വെക്കുമ്പോൾ നിങ്ങൾക്ക് തലയിൽ കയറില്ലേ പഠിക്കുന്നതൊന്നും. ഞാൻ പഠിക്കുമ്പോൾ മ്യൂസിക് ഒന്നും വെക്കാറില്ല, എൻ്റെ തലയിൽ കയറില്ല. ഞാൻ ഹോംവർക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ മ്യൂസിക് വെക്കും. അപ്പൊ സമാധാനത്തോടെ എഴുതാലോ. പഠിക്കുമ്പോൾ എഴുതും. Next question. What is your favorite place in the world? Dubai. വിസിറ്റഡ് ആണോ? വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളത് വിസിറ്റഡ് ഏതായാലും കുഴപ്പമില്ല. ഞാന് കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഐ തിങ്ക് ഇറ്റ്സ് ബാംഗ്ലൂരിലെ അമരാവതി ഹോട്ടൽ. ബാംഗ്ലൂർ നമ്മൾ വിസിറ്റ് ചെയ്താണ് എന്നാലും ബാംഗ്ലൂർ ഭയങ്കര സൂപ്പർ കൂൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞങ്ങള് ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. അതിന്റെ അറ്റ്മോസ്ഫിയർ നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്താണ്. സൂപ്പർ ആയിരുന്നു ബാംഗ്ലൂരിലത്തെ ആ ഹോട്ടൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാണണം ഗൈസ്, ഡോണട്ട് അങ്ങനത്തെ ഒക്കെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാംഗ്ലൂർ മൈ ഫേവറേറ്റ് പ്ലേസ് എവർ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മേക്സ് യു ഹാപ്പി? വാട്ട് മേക്സ് യു ഹാപ്പി? എന്താണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നത്? സോ പ്രൗഡ് ഓഫ് യു. ഈ ആൻസർ ഇത്രയും എല്ലാത്തിനും നിങ്ങൾ ആലോചിച്ചു, പക്ഷെ ഇതിൽ നിങ്ങൾ ആലോചിച്ചില്ല. സോ ഞാൻ പ്രൗഡായി. ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. ഓക്കെ, അമ്മ അച്ഛനെയും പ്രൗഡ് ആക്കുന്നതാണ് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നത്. ഇതുവരെയ്ക്ക് നിങ്ങൾ അച്ഛനും അമ്മയും പ്രൗഡ് ആക്കിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയപ്പോ എനിക്ക് ഒരു ഇതാണ്, അതൊക്കെ വലിയ കാര്യല്ലേ. തീർച്ചയായിട്ടും കലോത്സവങ്ങള് ഡിസ്ട്രിക്ട് ലെവലിൽ പോയിട്ടുണ്ടല്ലേ. സ്കൂളിലേക്ക് വരുമ്പോ എല്ലാ ടീച്ചേഴ്സും നല്ല അഭിപ്രായം എന്നെ കുറിച്ച് പറയുക, അവനെ കുറിച്ച്. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഓൾവേസ് അമ്മ അച്ഛനെയും പ്രൗഡ് ആക്കണതല്ലേ. സ്കൂളിലൊക്കെ പോകുമ്പോ എപ്പോഴും ഡിസ്ട്രിക്ട് ലെവൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആങ്കറിന്റെ അതൊക്കെ പ്രൗഡ് ആക്കിയിട്ടുള്ള. ഓക്കെ, ഇതാണ് കേട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If you could be any animal, what kind would you be? Cat. ആലോചിക്കുന്നില്ല. cat lover. അവനി ഞാൻ ഒരു ലാബ്രഡോർ ആയിരിക്കും. അല്ല, ഡോഗാണ്. പക്ഷേ എന്ത് കൈൻഡ് നോർമൽ ഇതല്ല. എനിക്ക്
എനിക്ക് ഷിറ്റ്സു ആവാനാണ് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഷിറ്റ്സുവിന് അത് ഡിസേർവ് ചെയ്യുന്ന ലവിനേക്കാളും ഒരുപാട് അതിന് കിട്ടും. കാരണം നമ്മളൊന്ന് കണ്ടാൽ നമ്മൾ അറിയാതെ ഒന്ന് സ്നേഹിച്ചു പോകും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ലാബർഡോർ, പിന്നെ ഷിറ്റ്സു, ഇങ്ങനത്തെ കുറച്ച് ഡോഗ്സ്, പൊമേറിയൻ, അങ്ങനത്തെ ഡോഗ്സ് ഒക്കെ ഇങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് പട്ടികളെ ഇഷ്ടമല്ലെങ്കിലും അങ്ങനത്തെ പട്ടികളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ പോയി പട്ടിയുടെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. എനിക്ക് പ്യാറ് കിട്ടണം, എല്ലാവരുടെ അടുത്തു നിന്നും കുറച്ച് അറ്റൻഷൻ വേണം. എനിക്ക് അതുകൊണ്ട് ഡോഗ് ആവാനാണ്. എനിക്ക് ക്യാറ്റാണ്. എനിക്ക് പൊതുവെ ക്യാറ്റാണ് ഇഷ്ടം. പിന്നെ അമ്മയോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അമ്മ കാക്കൂരിൽ കുറേ കുഞ്ഞു കുഞ്ഞ് ക്യാറ്റ് ഉണ്ടാവും. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് അമ്മയ്ക്കും ക്യാറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ശരിക്കും റാപ്പിഡ് ഫയർ എന്ന് ഉദ്ദേശിച്ചു, പക്ഷെ ഇതൊരു Q&A സെക്ഷൻ ആയി അല്ലേ, എക്സ്പ്ലനേഷനോടെ പറഞ്ഞോണ്ട്. അപ്പൊ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിക്കോട്ടെ. നമ്മൾ റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞെങ്കിലും ക്യാപ്ഷനിൽ എക്സ്പ്ലനേഷൻ വീഡിയോ കുഴപ്പമൊന്നുമില്ല, Q&A ഇടാം. റാപ്പിഡ് ഫയറിൽ ശരിക്കും നമുക്ക് വേഗം ആലോചിക്കാതെ വേഗം ആൻസർ പറയാം. ടൈമൊക്കെ വെച്ച് ഔട്ടായവർക്ക് പണി. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ എന്താ പറയാ ഒരു റാപ്പിഡ് ഫയർ പ്ലസ് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ Q&A സെക്ഷൻ. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ക്വസ്റ്റ്യൻ courtesy ഫ്രം ഗൂഗിൾ. Hope you guys will like this video. Guys, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോഴാണ് അമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തിനു കപ്പ് കേക്ക് തന്നെ. അതായത് വീഡിയോ തുടങ്ങുന്ന മുമ്പ് തീർക്കണ്ടേ, വീഡിയോ കഴിഞ്ഞിട്ട് ഹോംവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓടി എന്താ കുളിക്കണത്. Okay, hope you guys will like this video. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.